എല്ലാവർക്കും ആദ്യമേ തന്നെ ദുഃഖാന തിരുനാളിൻ്റെ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാളിൻ്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം ഏവർക്കും നേരുകയാണ്. നമ്മുടെ ഇടവകയിലെ 10 പേര് തോമസ് നാമധാരികളായിട്ടുണ്ട്. ഈ 10 പേർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്മകളും ആശംസകളും ഇന്നേ ദിവസത്തിൻ്റെ ആശംസിക്കുകയാണ്. ചെമ്പൻ തോമസ് ചേട്ടൻ, ഓട്ടക്കുഴി തോമസ് ചേട്ടൻ, തെക്കിനിയത്ത് ബെന്നി തോമസാണ്, നമ്മുടെ കൈക്കാരൻ കൂടിയാണ്. നിലയാറ്റിങ്കിൽ ഗോഡ്വിൻ, പിന്നെ പെരുമ്പുള്ളി അഖില്, തോമസ് മാസ്റ്റർ, തോമസ് സി.ഡി, തോമസ് സി.എൽ, തോമസ് പെല്ലിശ്ശേരി, ലിൻഡു തണ്ടാശ്ശേരി തോമസാണ്. അങ്ങനെ എല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള ഇന്നേ ദിവസത്തിൻ്റെ തിരുനാൾ മംഗളാശംസകൾ ഏറെ ഹൃദ്യതയോടെ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ദ്വീപിലെ പ്രത്യേകമായി നമ്മുടെ വികാരിച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമവേദ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഇവിടെ അച്ഛന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം.
എൻ്റെ വലിയ നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാ ശ്ലീഹായെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനും വിശ്വാസത്തിൻ്റെ പിതാവുമായി നൽകിയതിനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിൻ്റെ ദുഃഖാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തിപൂർവം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
പരിപാലിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. പരിശുദ്ധനും സുത്യർഗനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവജ്ഞനായ കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിക്കട്ടെ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരനും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Hallelujah.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 12 പേരിൽ ഒരുവനും ഡിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇരിക്കും. സിഹായിൽ ഏറെ സ്നേഹമുള്ള പ്രിയമുള്ള ഇടവക ജനമേ, തോമാസ് ശ്ലീഹായുടെ ദുക്രാന തിരുനാൾ ഭാരതത്തിലെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം, സീറോ മലബാർ സഭയിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് ഇന്ന് ഈ ദുക്രാന തിരുനാൾ, തോമാസ് ശ്ലീഹായുടെ തിരുനാൾ എന്നുള്ളത്. ആദ്യകാലത്ത് ദുക്രാന എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി വെച്ചത് 6 ആനകൾ ഇന്നേ ദിവസം പെയ്യുന്ന മഹാമാരിയിലെ കാട്ടിൽ നിന്നും ഒലിച്ചിറങ്ങി നമ്മുടെ വഴികളിലൂടെയൊക്കെ ഒലിച്ചു പോകും എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിൽ വെച്ചിരുന്നത്. അങ്ങനെയാണ് പൂർവ്വപിതാക്കന്മാർ, പഴമക്കാരൊക്കെ പറഞ്ഞ് നടന്നിരുന്നത്. നമുക്ക് പഴമക്കാർക്ക് പഴയ ചരിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും സംഭവങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. റോഡിലൂടെയൊക്കെ ആന ഒഴുകി പോകുന്നു. ദുക്രാന തിരുനാളിൻ്റെ എത്ര ദിവസങ്ങൾ, എത്ര വർഷങ്ങൾ ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ഗൗരവമായിട്ട് അറിയുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിലെ വഴിയിലൂടെ ആന ഒഴുകി പോകുമെന്ന് പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ട്. അതൊരു കാലഘട്ടം. പക്ഷേ അപ്രതീക്ഷിതമായത്, അസ്വാഭാവികമായത് സംഭവിക്കും എന്നുള്ളത് പോലെ തന്നെയാണ് ഈ ഭാരതത്തിലെ പാലയൂർ, കേരളത്തിലെ പാലയൂർ വന്ന് തൃശ്ശൂരിലെ പാലയൂരിലെ ആദ്യത്തെ സഭ സ്ഥാപിക്കുന്നത്. അത് അപ്രതീക്ഷിതമാണ്, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്തത് തന്നെയാണ്. നമ്മളൊക്കെ തന്നെ സത്യവിശ്വാസം സ്വീകരിക്കാൻ ഇടയായ പൂർവ്വപിതാവായ തോമാസ് ശ്ലീഹായെ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എത്ര മനോഹരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ശ്ലീഹന്മാർക്കും അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഓരോ പേരുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പത്രോസിന് നമ്മൾ പറയുന്നു മുക്കുവനാണ് എന്ന് പറയുന്നുണ്ട്. യോഹന്നാനെ കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ എന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. സക്കേവൂസിനെ ചുങ്കക്കാരൻ എന്ന് പറയുന്നു. മത്തായെ ലേവി എന്ന് പറയുന്നു. യോഹന്നാനെ സ്നാപകൻ എന്ന്, വഴിയൊരുക്കാൻ വന്നവനെ സ്നാപകൻ എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഓരോ വ്യക്തിത്വങ്ങൾക്കും ഓരോ പേരുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തോമാസ് ശ്ലീഹായ്ക്കും ഒരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരല്പം സങ്കടം നിറഞ്ഞ പേരാണ്. ഡൗട്ടിംഗ് തോമ എന്നാണ് തോമാസ് ശ്ലീഹായി പറയുന്നത്. ചില സിൻഡ്രോമത്തിൻ്റെ പേര് തന്നെ ഡൗട്ടിംഗ് തോമ എന്നാണ്, സംശയാലുവായ തോമാസ് ശ്ലീഹ. പക്ഷേ ഇന്ന് തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ദിവസം ആ പേര് അത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അത് അനുരൂപപ്പെട്ട പേരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം മാത്രമാണ് തോമാസ് ശ്ലീഹായെക്കുറിച്ച് രേഖപ്പെടുത്തി വെക്കുന്ന 3 സ്ഥലങ്ങളിലാണ്, 3 ഇടങ്ങളിലാണ് തോമാസ് ശ്ലീഹായെക്കുറിച്ച് പറയുന്നത്. മറ്റ് 3 സുവിശേഷകന്മാരും ശ്ലീഹന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഇടങ്ങളിൽ മാത്രമേ തോമാസ് ശ്ലീഹായുടെ പേര് വയ്ക്കുന്നുള്ളൂ. അതേസമയത്ത് യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിലും 20-ാം അധ്യായത്തിലും തോമാസ് ശ്ലീഹായെക്കുറിച്ച് പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിലെ ബഥാനിയിൽ നിന്ന് മടങ്ങി യേശുവും ശിഷ്യന്മാരും അവിടുന്ന് 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു അറിയിപ്പ് വരുന്നത്. അവൻ ഏറ്റവും പ്രിയപ്പെട്ട ബഥാനിയയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട മർത്തായുടെ മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിലെ ഒരു സങ്കടം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് പ്രിയപ്പെട്ട അവരുടെ സഹോദരനായ ലാസർ രോഗബാധിതനായിട്ട് കിടക്കുകയാണ്. വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരികെ വരണമെന്ന മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പക്ഷേ ഈശോ തിരികെ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ്
ഈശോ തിരികെ പോകുന്നതിന് മുൻപ് ശിഷ്യരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും തിരികെ ബഥാനിയയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും, ഒരുവിധം എല്ലാവരും അവനോട് പറഞ്ഞു, അത് മണ്ടത്തരമാണ്. കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നാണ് അവരെല്ലാവരും തിരികെ പോകുന്നത്. ഇനി തിരിച്ച് വീണ്ടും ആ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ്, അത് മരണത്തിന് തുല്യമാണ്. ഭയപ്പെട്ട് നിൽക്കുന്നു. ഗുരുവിനെ തടസ്സപ്പെടുത്താൻ മറ്റ് ശിഷ്യന്മാർ ശ്രമിക്കുമ്പോൾ തോമാസ് ലീഹ പറഞ്ഞ വചനമുണ്ട്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന്. ആത്മഹത്യയാണ്, രക്തസാക്ഷിത്വം സ്വീകരിക്കാനുള്ള മാർഗമാണ്. പോകുന്നത് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള, ബുദ്ധിമുട്ടേറിയ, തങ്ങളുടെ ജീവന് തന്നെ ഭീഷണി വരുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഉറപ്പുണ്ട്. എങ്കിലും അവൻ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കും നമ്മുടെ ഗുരുവിനോട് കൂടെ പോയി മരിക്കാമെന്നുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, തോമാസ് ലീഹായെ നമ്മൾ വിളിക്കേണ്ടത് ഡൗട്ടിംഗ് തോമ എന്നാണോ കറേജിയസ് തോമ എന്നാണോ? ധൈര്യശാലിയായ തോമാസ് ലീഹ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്, സംശയാലുവായ തോമാസ് ലീഹ എന്നല്ല. രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ 14-ാമത്തെ അധ്യായത്തിലെ ഈശോ പറഞ്ഞ ചില വാചനങ്ങളുണ്ട്. ഞാൻ സ്വർഗത്തിലേക്ക്, ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് വഴി അറിയാം. പക്ഷെ ഒരാൾ മിണ്ടുന്നില്ല. അന്നേരം തോമാസ് ലീഹ ചോദിക്കുന്നുണ്ട്, വഴി ഞങ്ങൾ അറിയുന്നില്ല എന്ന്. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാനാണ് വഴിയും സത്യവും ജീവനും. മറ്റ് ശിഷ്യന്മാർക്ക് ഈശോ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല. വഴി ഏതാണെന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ചോദിക്കാനായിട്ട് ഭയമാണ്. ചോദിച്ചാൽ ഈശോ, ഗുരു എന്ത് വിചാരിക്കും? പക്ഷെ തോമാസ് ലീഹ അവൻ സത്യത്തിൻ്റെ അന്വേഷിയാണ്, അവന് സത്യസന്ധതയുണ്ട്, അവന് കർത്താവിനെ അനുഗമിക്കണം. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, വഴി ഏതാണ്? നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞങ്ങൾ വരും, പക്ഷെ വഴി ഏതാണ്? ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചത്, ധീരത കാണിച്ചത്, സത്യസന്ധത കാണിച്ചത് തോമാസ് ലീഹായാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു സംഭവമാണ്. അതിങ്ങനെയാണ് വായിച്ചു കേട്ടത്. ഏറ്റവും അറിവുള്ള, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവന നൽകിയ ഇസിദോർ അവനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രമാത്രം ബുദ്ധിശക്തി ലഭിക്കുന്നത് എന്ന്. ഇസിദോർ പറഞ്ഞ അവൻ്റെ ജീവിതത്തിലൊരു സംഭവം ഇപ്രകാരമായിരുന്നുവത്രേ. എല്ലാ ദിവസവും വിദ്യാലയം വിട്ട് വീട്ടിലേക്ക് എത്തിയാൽ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് നീ ഇന്ന് ക്ലാസ്സിൽ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരൻ നിന്നോട് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. പകരം അമ്മ ചോദിക്കുന്നത്, നീ ഇന്ന് നിൻ്റെ ടീച്ചേഴ്സിനോട് നല്ല മിടുക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ചോദിക്കാറുള്ളത്. ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ ഓരോ ക്ലാസ്സിലും നിൻ്റെ അധ്യാപകരോട് മിടുക്കുള്ള ചോദ്യങ്ങൾ നീ ചോദിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് അറിവ് ലഭിച്ചത് എന്നാണ് ഇസിദോർ സാക്ഷ്യപ്പെടുത്തുന്നത്. തോമാസ് ലീഹ ചോദിച്ചത്, ഗുരു വഴി ഏതാണ്? ഉടനെ തന്നെ ഗുരുവിൻ്റെ മൊഴിയുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. അവിടെ വിളിക്കേണ്ടത് ഡൗട്ടിംഗ് തോമ എന്നാണോ? അല്ല, അവന് വിളിക്കേണ്ടത് ദ ഹോണസ്റ്റ് തോമസ് എന്നാണ് വിളിക്കേണ്ടത്. സത്യസന്ധനായ തോമസ് ലീഹ. ഏതാണ്? അറിയാത്ത കാര്യങ്ങൾ അറിയണമെന്നാഗ്രഹിച്ച് ചോദിക്കുന്ന തോമസ് ലീഹ. മൂന്നാം ഭാഗം എന്നുള്ളത് ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗമാണ്, 20-ാമത്തെ അധ്യായം. അവിടെയാണ് ഒരു പക്ഷെ നമ്മൾ കണ്ടെത്തുന്ന തോമാസ് ലീഹ സംശയാലുവാണോ എന്നുള്ളത്. തോമാസ് ലീഹ ഇല്ലാത്ത നേരം പലപ്പോഴും പല ബൈബിൾ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാരൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എവിടെ പോയി തോമസ് എന്നുള്ളത്. മറ്റെല്ലാ ശിഷ്യന്മാരും ഉണ്ടായിരുന്നപ്പോൾ തോമസിനെ മാത്രം കാണുന്നില്ല. പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, തോമസ് ലീഹ ഭയന്നിരിക്കുന്ന മറ്റ് ശിഷ്യന്മാർക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് അവന് മാത്രമേ ചങ്കുറപ്പുണ്ടായിരുന്നുള്ളൂ, ഭവനത്തിന് പുറത്തിറങ്ങി പോകാനായിട്ട്. മറ്റുള്ളവർ പറയുന്നത് തോമാസ് ലീഹായുടെ സങ്കടം എന്നുള്ളത് കൂട്ടത്തിലിരുന്ന് ഒതുക്കി തീർക്കാൻ പറ്റുന്നതല്ല. അവൻ ഏകനായിട്ടിരിക്കാൻ, ഒറ്റപ്പെട്ടിരിക്കാൻ, ഗുരുവിന് നഷ്ടപ്പെട്ട സങ്കടം ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കാൻ അവനൊരിടം തേടിപ്പോയിരിക്കാം എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കർത്താവ് വന്നപ്പോൾ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു പക്ഷേ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, കർത്താവിനെ കാണാനായിട്ട് തോമാസ് ലീഹയ്ക്ക് ഭാഗ്യമുണ്ടായില്ല എന്നത്. പക്ഷേ അവിടെ മറ്റൊരു ഭാഗ്യക്കേട് കൂടെ തോമാസ് ലീഹയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യരുടെ മേലെ തൻ്റെ നിശ്വാസം ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ ആത്മാവിനെ സ്വീകരിക്കാൻ അവിടെ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല എന്ന് കൂടെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. തോമാസ് ലീഹ 8 ദിവസത്തിനുള്ളിലാണ് പിന്നീട് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. ഈശോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ പാർശ്വം കാണിക്കുന്നു, മുറിവുകൾ കാണിക്കുന്നു, വിരൽ തൊടുന്നു, വിശ്വാസിയായിരിക്കുക എന്ന് അരുൾ ചെയ്യുന്നു. അതിനുശേഷം ആദ്യമായിട്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഈശോയെ ദൈവം എന്ന് ഏറ്റുപറയുന്നത് തോമാസ് ലീഹയാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്.
എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ശിഷ്യന്മാരിലെ ആദ്യമായിട്ട് കർത്താവിനെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഡൗട്ടിങ് തോമ എന്നല്ല വിളിക്കേണ്ടത്, പകരം കർത്താവിന് തോമാസ് ശ്ലീഹായെ വിളിക്കേണ്ടത് ദ കൺഫസർ തോമസ് എന്നാണ് വിളിക്കേണ്ടത്. ഏറ്റുപറയുന്ന ദൈവത്തെ, ദൈവത്തിൻ്റെ പുത്രനെ ദൈവം എന്നാദ്യമായിട്ട് തോമാസ് ശ്ലീഹയാണ് ഏറ്റുപറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, 3 ഭാഗങ്ങളിലാണ് തോമാസ് ശ്ലീഹയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 3 ഭാഗങ്ങളിലും മറ്റേത് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ കർത്താവിനെ ഹൃദയം കൊണ്ട് അനുഗമിക്കുവാനും ഹൃദയം കൊണ്ട് ജീവിക്കുവാനും കർത്താവിൻ്റെ വിശ്വാസം ലോകത്തിലേക്ക് പങ്കുവെച്ച് കൊടുക്കുവാനുമുള്ള തീഷ്ണതയുള്ള ഒരു ശിഷ്യൻ്റെ രൂപമാണ് നമുക്ക് കണ്ടുമുട്ടുന്നത്. ഈ തോമാസ് ശ്ലീഹയെ നമുക്കുള്ളാലെ സ്വീകരിക്കാം. ഈ തോമാസ് ശ്ലീഹയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. തോമാസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിച്ചതുപോലെ തന്നെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ തോമാസ് ശ്ലീഹായെ പോലെ കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, ആത്മധൈര്യത്തിന് വേണ്ടി, ബോധ്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസ പ്രഘോഷണ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും കർത്താവിനോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നു ചെയ്ത രക്ഷിതായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നൽകുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച വിഷയമായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും മാർ ടോണി പിതാവിനെയും മാർ റാഫേൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിധാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ വിഷയമായി നിന്നെ ഞങ്ങളുടെ സർവസ്വവുമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നുള്ള വിശ്വാസം എനിക്ക് പറഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നേക്ക് പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർഭയമായി നിന്നെ അനുഗമിച്ച തോമാസ് ശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്നിൽ ആഴമായി വിശ്വസിച്ച മർത്തോമായെ പിതാവും സ്നേഹായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിൻ്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്കും നൽകണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. അതിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം രാജ്യമായ കൃത്യത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും നമ്മുടെ പിടാനുഭവത്തിൻ്റെ ദൃശ്യങ്ങളും താമസത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കൃപാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ.
ദൈവാംബികയെയും മായൗസേപ്പിനെയും സാദരമോർത്തിയിടാം ആവണമീ ബലിയിൽ. മൃതരെല്ലാരും നിൻ മഹിരോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിരരായിടുവാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. പാപിയായിരുന്നിട്ടും കാരുണ്യപൂർവ്വം അങ്ങനെ യോഗ്യനാക്കി അങ്ങയുടെ ജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളെ രക്ഷിക്കും. വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാലും നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ
ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രശസ്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും ധനതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഹൃദയവും ഭക്തിയോടുകൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ചരാചര കർത്താവ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. മനുഷ്യവംശത്തോട് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ വിട്ടാരാധിക്കുന്നു. അത്യുമയന്മാരും മരുവികളുമായ സ്വർഗീയ സൈനികളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരുവികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു, മാത്രം യഥാർത്ഥത്തിലാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പ്രകൃതിയുമാണ് ശുദ്ധനായ പുത്രൻ അങ്ങ് പരിശുദ്ധനാകുന്നു. സമസ്തം അങ്ങ് വഴി സൃഷ്ടിക്കപ്പെട്ടു. ും
സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതാ പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും മാതൃരുമായ ദാസൻ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി നിങ്ങളെ സംതരിക്കുകയും മൃതരായ നിങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ നിങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സ്വന്തമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയമുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും
വേണ്ടിയും മാറ്റോളി നീലകാവിൽ മെത്രാനു വേണ്ടിയും മാറ്റേക്കത്തോഴി പിതാവിന് വേണ്ടിയും മാറാഫത്തിൽ പിതാവിന് വേണ്ടിയും മറ്റെല്ലാ ബലദൃശ്യന്മാർക്ക് വേണ്ടിയും വിശ്വത്തോലിക്ക സഭാവിന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ ഭരണാധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായി സമർപ്പിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ സകല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും വ്യക്തിപരമായി ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബത്തിനു വേണ്ടിയും ലോകമാസകലം പടർന്നു പിടിക്കുന്ന മഹാമാരിയിൽ നിന്ന് സകല ജനപദങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും തൊഴിലില്ലാതെ വലയുന്നവർക്ക് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും മറ്റു പല രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും തഴക്കദോഷങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും കുടുംബത്തിൽ സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് വേണ്ടിയും വിവാഹപ്രായമായി നിൽക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ സകലരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിനെ സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകരെ, അമൂല്യമായ ശരീരങ്ങളുടെ രക്ഷകരെ, നമുക്കെല്ലാവർക്കും അത്യാഗ്രഹത്തോടെ സമീപിക്കാം. അനുതാപമുള്ള ശരണത്തോടെ അപരാധങ്ങളുടെ ബന്ധിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അങ്ങ് പവിത്രീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധാരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോട് ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭകളെ ക്ഷണിക്കുന്നു. ഈശോയുടെ ശരീര രക്തവും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമായി തീരട്ടെ.
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയെ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്നേഹം ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ദിനദിനം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായി പരിശുദ്ധ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യമായ ദാനമെന്നും വാഴ്ത്തുന്നതാകട്ടെ. മാർത്തോമാശ്ലീഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ അങ്ങേക്ക് പറയുന്നതിനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിനവോടും നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാടിനും നൽകിടുവാൻ മാർത്തോമായേ സകലേശൻ കരുണയോടെ മയച്ചല്ലോ. വിശ്വാസത്തിൻ ഭാസുരമാ ദീപ്തിയിലേവരും മണിച്ചേരാ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. സ്നേഹപിതാവാ മാർത്തോമാ മാതൃകയാകട്ടെന്നാളും പ്രേഷിതരായി ജീവിക്കാം. ജീവിത സാക്ഷ്യം നൽകിടുവാൻ രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുന്നില്ലയോ എന്നറിഞ്ഞുകൂടാ.
പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയ ഔസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങൾ തീഷ്ണവരുമാക്കി തീർക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാളിനെ കാരണഭൂതനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും രക്തസാക്ഷി മകുടം ചൂടുവാനുമുള്ള അനുഗ്രഹം വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് നൽകി അങ്ങ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ത്യാഗപൂർണമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ മിശിഹായുടെ വത്സല ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായെ നമുക്ക് നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായോടുള്ള അതിരറ്റ സ്നേഹം പ്രകടമാക്കുകയും അവിടുത്തെ ഹൃദയത്തിൽ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധനെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും പൂർവ്വജന്മാരെ സഭാസന്താനങ്ങളാക്കുകയും ചെയ്തതിനു ശേഷം രക്തസാക്ഷിമണിഞ്ഞ വിശുദ്ധന്റെ പാദങ്ങളിൽ പിഞ്ചെന്ന് തീഷ്ണതയോടെ പ്രേക്ഷിത ബലി ചെയ്യുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിളവുകൾ സമൃദ്ധം വേലക്കാർ ചുരുക്കം ആകയാൽ നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന് ചെയ്ത കർത്താവേ, വിശ്വാസം വിളിച്ച മേശാത്ത ഭൂപ്രദേശങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വെളിച്ചമില്ലാതിരുന്ന ഞങ്ങളുടെ ഭൂഖണ്ഡത്തിലേക്ക് അങ്ങേ പ്രിയ ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായെ അയക്കുവാൻ തിരുമനസ്സായ മിശിഹായേ, ഞങ്ങളുടെ പിതാവ് തുടങ്ങി വെച്ച പ്രേക്ഷിത വേല തുടർന്നു കൊണ്ടുപോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും അങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങേ അറിഞ്ഞ് സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ധാരാളം പ്രേക്ഷിതരുണ്ടാകുവാൻ കൃപ നൽകണമേ.
കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഭാരതം മുഴുവനും അങ്ങേ രക്ഷാകര വേലയുടെ സ്വർഗീയ ഫലം അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ അങ്ങേ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടവരുത്തണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുകയാണ്. KCYM-ൻ്റെ പതാക ഉയർത്തുന്ന പരിപാടി നമ്മളിപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള KCYM മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. KCYM-ൻ്റെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഉടനെ മുൻപിലേക്ക് പോയിട്ട് നമുക്ക് പതാക ഉയർത്താം.